അപ്പോൾ 6 മണിയായി സംസ്ഥാനത്ത് പോളിംഗിനുള്ള സമയം പൂർത്തിയായിരിക്കുന്നു. ഇനി ക്യൂവിൽ നിൽക്കുന്നവർക്ക് മാത്രമാണ് വോട്ട് ചെയ്യാൻ സാധിക്കുക, അവർക്ക് മാത്രമാകും അവസരം ഉണ്ടാകുക എന്നുള്ളതാണ്. എന്തായാലും 16ാമത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സംസ്ഥാനത്തിന്റെ പോളിംഗ് സമയം അവസാനിച്ചിരിക്കുന്നു. 6 മണിയായിരിക്കുന്നു. ഇന്ന് രാവിലെ തുടങ്ങിയ 7 മണിക്ക് തുടങ്ങിയ പോളിംഗ് ആണ്. അതാണ് ഇപ്പോൾ വൈകുന്നേരം 6 മണിയായപ്പോൾ പോളിംഗ് സമയം അവസാനിച്ചിരിക്കുന്നു. 5:30-ക്ക് വന്ന കണക്ക് പ്രകാരം 75%-ലധികമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മികച്ച പോളിംഗ് തന്നെയാണ് സംസ്ഥാനത്ത് ഇക്കുറി ഉണ്ടായിരിക്കുന്നത്. രാവിലെ ഭേദപ്പെട്ട പോളിംഗ് ആയിരുന്നു. ഉച്ചയോട് മന്ദഗതിയിലായെങ്കിലും വൈകുന്നേരം മികച്ച പോളിംഗിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അന്തിമ കണക്ക് അടക്കം വരാനുണ്ട്. ഏതായാലും സംസ്ഥാനത്തെ പോളിംഗ് സമയം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഹാൻസ് വിവരങ്ങളുമായി ചേരുകയാണ്. ഹാൻസ്, എന്തായാലും സംഭവബഹുലമായ ഒരു പ്രചാരണ കാലത്തിനൊക്കെ ശേഷമാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ പോളിംഗ് സമയം അവസാനിച്ചിരിക്കുന്നു. എല്ലാവരും അവരവരുടെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ആളുകൾ ഇനി വോട്ട് ചെയ്യാൻ വരി നിൽക്കുന്നുണ്ടോ? അവർക്കൊക്കെ അവസരം ലഭിക്കുമല്ലോ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇനിയുള്ള കാര്യങ്ങൾ? തീർച്ചയായും സ്വാതി, വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് സംസ്ഥാനത്തെ ഈ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചാരണത്തിന് മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും ലഭിച്ചത്. പക്ഷെ അതൊന്നും വലിയ പ്രതിസന്ധി ആയിരുന്നില്ല മുന്നണികളെയും സ്ഥാനാർത്ഥികളെയും സംബന്ധിച്ചിടത്തോളം. പരമാവധി പ്രചാരണം നടത്തി അതിനുശേഷം ഇന്ന് സംസ്ഥാനം പോളിംഗ് ബൂത്തിലേക്ക് എത്തി. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരുന്നു വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നത്. ആ സമയം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 75.01 നിലവിലെ സംസ്ഥാനത്തെ പോളിംഗ് ശതമാനം. പക്ഷേ അത് അന്തിമ കണക്കല്ല. കാരണം ഇനി 1 മണിക്കൂറിൻ്റെ ഡാറ്റ കൂടി എൻ്റർ ചെയ്യാനുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ട് 8 മണിയോട് കൂടിയായിരിക്കും ഒരു അന്തിമ കണക്ക് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരിക എന്നാണ് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ 8 മണിക്ക് ഒരു കണക്ക് പുറത്തു വന്നാൽ പോലും അതും അന്തിമമല്ല. കാരണം ഈ പോസ്റ്റൽ ബാലറ്റുകൾ അടക്കം, ഈ പോസ്റ്റൽ വോട്ടുകൾ അടക്കം എണ്ണി തിട്ടപ്പെടുത്തേണ്ടതുണ്ട്. അവയുടെ കണക്ക് ക്രോഡീകരിക്കേണ്ടതുണ്ട്. അതും ഇന്ന് നടന്ന ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വോട്ടുകളും രണ്ടും കൂടി ചേർത്തുള്ള കണക്ക് നാളെ ആയിരിക്കും പുറത്തു വരിക. അതിനുശേഷമായിരിക്കും സംസ്ഥാനത്തെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എത്ര പോളിംഗ് നടന്നു, അല്ലെങ്കിൽ പോളിംഗ് ശതമാനം എത്രയാണ് എന്നുള്ള കണക്ക് നമുക്ക് അറിയാൻ കഴിയുക. പക്ഷേ എന്തായാലും ഭേദപ്പെട്ട പോളിംഗ് എന്നല്ല പറയേണ്ടത്, കനത്ത പോളിംഗ്, വലിയ മികച്ച പോളിംഗ് തന്നെയാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഒരു 88% വരെ നിലവിലെ വോട്ടിംഗ് ശതമാനം എത്താനുള്ള സാധ്യതയുണ്ടെന്നാണ്. പക്ഷെ അത് ഈ കണക്ക് വന്നാൽ മാത്രമാണ് എത്രത്തോളം പ്രാവർത്തികമാണ് എന്നുള്ള കാര്യം അറിയാൻ കഴിയുകയുള്ളൂ. സംസ്ഥാനത്ത് ഇത്തവണ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത് 2.71 കോടി വോട്ടർമാരാണ്. അതിൽ തന്നെ 2,30,00,000-ലധികം ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് 85% എന്ന ഒരു മാർജിന് അപ്പുറത്തേക്ക് എത്തുക. അങ്ങനെ ഒരു ലാൻഡ്മാർക്കിലേക്ക്, അല്ലെങ്കിൽ അത്തരമൊരു അച്ചീവ്മെൻറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്താൻ കഴിയുമോ എന്നാണ് ഇനിയിപ്പോൾ ഉറ്റുനോക്കുന്നത്. എന്തായാലും കണക്ക് പുറത്തു വരേണ്ടതുണ്ട്. ജില്ലാ തലത്തിലും അതിനോടൊപ്പം തന്നെ സംസ്ഥാന തലത്തിലും ഈ കണക്ക് വരണം. പക്ഷേ അതേസമയം ഈ 6 മണി എന്നുള്ള സമയം അവസാനിച്ചെങ്കിൽ പോലും ക്യൂവിൽ പലരും നിൽക്കുന്നുണ്ട്. ഈ 140 നിയമസഭാ മണ്ഡലങ്ങളിലെ 30,495 ബൂത്തുകളിൽ പല ബൂത്തുകളിലും വോട്ടർമാർ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ആ വോട്ടർമാർക്ക് എല്ലാവർക്കും ടോക്കൺ നൽകിയിട്ടുണ്ട്. ഈ ടോക്കൺ നൽകിയ എല്ലാവർക്കും അവസാനം വരെ വോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടാകും. അതിനുശേഷമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിക്കുക. പിന്നീട് ഈ EVM മെഷീനുകളടക്കം ഈ പോളിംഗിന് ഉപയോഗിച്ച സാമഗ്രികളെല്ലാം സ്റ്റോർ റൂമുകളിലേക്ക് മാറ്റും. അതാത് ജില്ലകളിലെ, അതാത് മണ്ഡലങ്ങളിലെ സ്റ്റോർ റൂമുകളിലേക്ക് മാറ്റും. അതിനുശേഷം ഇത് 1 മാസ കാലയളവിൽ സൂക്ഷിക്കും. കനത്ത സുരക്ഷയാണ് അതിനുവേണ്ടി ഒരുക്കിയിരിക്കുന്നത്. പിന്നീട് മെയ് 4-ന് സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറപ്പെടുവിക്കും. സ്വാതി. ഹാൻസ്, അത് തന്നെയാണ്. എന്തായാലും പോളിംഗ് സമയം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. കനത്ത പോളിംഗ് തന്നെയാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഹാൻസ് നൽകുന്ന വിവരത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 75.01% 5:30-ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് അന്തിമ കണക്കല്ല. ബാക്കിയുള്ള അരമണിക്കൂറിൽ എത്രയധികം ആളുകൾ വോട്ട് ചെയ്തു എന്നതടക്കം, പോസ്റ്റൽ വോട്ടുകൾ അടക്കമുള്ള കാര്യങ്ങളിലെ കണക്കുകൾ കൂടി വന്നു കഴിഞ്ഞാൽ ഹാൻസ് പറഞ്ഞതുപോലെ കനത്ത പോളിംഗ് തന്നെയാണ് ഇത്തവണ
സംസ്ഥാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ ആളുകൾ ഈ ഒരു വോട്ട് ചെയ്യാനായി പലയിടത്തേക്കും എത്തി എന്നുള്ളതാണ്. 140 മണ്ഡലങ്ങളുടെയും മികച്ച പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സരീഷ് പി കെയിലേക്ക് പോകുകയാണ്. സരീഷ്, കോഴിക്കോട് ഇപ്പോഴും പലയിടത്തും കൂടുതൽ ആളുകൾ വരി നിൽക്കുന്നു എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. പോളിംഗ് സമയം അവസാനിച്ചിരിക്കുകയാണ്. ഇനി ടോക്കൺ അനുവദിച്ചവർക്ക് മാത്രമേ വോട്ട് ചെയ്യാനുള്ള അവസരമുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വോട്ട് ചെയ്യാനുള്ള അവസരം ലഭ്യമാകുമോ അവിടെ? മുഴുവൻ ആളുകൾക്കും, അതായത് 6 മണിക്ക് തന്നെ ഈ സ്കൂളിലേക്കുള്ള, ഞാനിപ്പോൾ നിൽക്കുന്നത് വെസ്റ്റ് ഹിൽ ഗവൺമെൻറ് യു പി സ്കൂളിലാണ്. ആ ഗവൺമെൻറ് യു പി സ്കൂളിലേക്കുള്ള 2 ഗേറ്റും ഇൻസ്പെക്ടർമാർ അടയ്ക്കുകയും പിന്നീട് ക്യൂവിൽ നിന്ന്, അതായത് സ്കൂളിൻ്റെ കോമ്പൗണ്ടിലേക്ക് കടന്ന് വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ടോക്കൺ നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ ടോക്കൺ ലഭിച്ച മുഴുവൻ ആളുകളെയും വോട്ട് ചെയ്യിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ വോട്ടെടുപ്പ് നടപടികൾ അവസാനിപ്പിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പക്ഷേ ഇവിടെ 2 ബൂത്തുകളാണ്. സരീഷ്, മറ്റൊരു പ്രധാന വാർത്ത